ഇതാ ഞാൻ വേഗം വരുന്നു എന്ന് അരുളി ചെയ്ത യേശു കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നാം എല്ലാവരും യാത്രകളെ ഇഷ്ടപ്പെടുന്നവരാണ്. എന്നാൽ ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം അവനുള്ള യാത്ര എന്ന് പറയുന്നത് സിയോനിലത്തേക്കുള്ള യാത്രയാകുന്നു. സിയോനിലത്തേക്കുള്ള യാത്രയിൽ എന്തെല്ലാം കരുതണമെന്നും യാത്ര എങ്ങനെയുള്ളതായിരിക്കണമെന്നും വചനത്തിലുടനീളം നമുക്ക് വായിച്ച് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നു. സാധാരണ നമ്മളൊരു യാത്ര പുറപ്പെടുമ്പോൾ യാത്രയ്ക്ക് വേണ്ടുന്ന ആവശ്യമായിട്ടുള്ള സാധനങ്ങളെല്ലാം നാം കരുതാറുണ്ട്. ഒന്നാമതായിട്ട് വസ്ത്രം നമ്മൾ എടുക്കുന്നു. സത്യവേദ പുസ്തകം വായിക്കുമ്പോൾ വസ്ത്രം എന്ന് പറയുന്നത് കല്യാണ വസ്ത്രത്തെക്കുറിച്ചാകുന്നു പറഞ്ഞിരിക്കുന്നത്. അത് വിശുദ്ധന്മാരുടെ നീതി പ്രവൃത്തികളെ സൂചിപ്പിക്കുന്നു. രണ്ടാമതായിട്ട് ചെരുപ്പിനെക്കുറിച്ച് പറയുന്നു. ചെരുപ്പിനെക്കുറിച്ചും സത്യവേദ പുസ്തകത്തിൽ പറയുന്നത് സമാധാന സുവിശേഷത്തിനായുള്ള ഒരുക്കം കാലിന് ചെരുപ്പാക്കുക എന്നുള്ളതാകുന്നു. മൂന്നാമതായിട്ട് യാത്രയ്ക്ക് പുറപ്പെടുന്നവർ വസ്ത്രവും മാത്രമല്ല, ചെരുപ്പ് മാത്രമല്ല, ഭക്ഷണവും വെള്ളവും കരുതാറുണ്ട്. സത്യവേദ പുസ്തകത്തിലും ഇതിനെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് പറയുന്നു. ഭക്ഷണം എന്നുള്ളത് സ്വർഗീയ മന്നയെക്കുറിച്ചാവുന്നു പറഞ്ഞിരിക്കുന്നത്. അടുത്തതായി പാനീയത്തെക്കുറിച്ചും പറയുന്നുണ്ട്. അതുപോലെ തന്നെ യേശു കർത്താവ് തൻ്റെ ജീവനെ മാനവരാശിയുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമായിട്ട് അർപ്പിക്കപ്പെട്ട ഒരു അനുഭവത്തെക്കുറിച്ചും പറഞ്ഞിരിക്കുന്നു. തൻ്റെ ശരീരവും തൻ്റെ രക്തവും മനുഷ്യർക്ക് അവിടെ ദാനമായി കൊടുത്ത ഒരു അനുഭവത്തെക്കുറിച്ചാവുന്നു ഇവിടെ പറഞ്ഞിരിക്കുന്നത്. കർത്താവിൻ്റെ രക്തമാംസം നാം ഭക്ഷിക്കുന്നതിലൂടെ ജീവൻ പ്രാപിക്കുകയാകുന്നു ചെയ്യുന്നത്. അപ്പോൾ സിയോനിലത്തേക്കുള്ള യാത്രയിൽ നമുക്ക് വേണ്ടുന്ന ഭക്ഷണവും വെള്ളവും കർത്താവായ യേശു ക്രിസ്തുവിലൂടെ നമ്മൾ ധരിക്കുന്നതിലൂടെ അത് നമുക്ക് നേടിയെടുക്കുവാനായിട്ട് സാധിക്കുന്നു. അടുത്തതായിട്ട് പറയുന്നത്, നമ്മളൊരു യാത്രയ്ക്ക് പുറപ്പെടുമ്പോൾ ചിലപ്പോൾ നടന്നായിരിക്കാൻ പോകുന്നത്. ഇവിടെ സത്യവേദ പുസ്തകം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്ന സങ്കീർത്തന പുസ്തകത്തിലൂടെ ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നീ നടക്കരുത് എന്നാകുന്നു. ഇന്ന് ഈ ലോകത്തെ പല ഉപദേശങ്ങളും ആലോചനകളും ഇന്ന് ഉണ്ട്. എന്നാൽ എല്ലാ ഉപദേശങ്ങളും ദൈവത്തിൽ നിന്നുള്ളതല്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നു. അപ്പോൾ ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നമ്മൾ നടക്കാതെ സത്യത്തിൻ്റെ പാതയിൽ നേരായി നടക്കുന്നു എങ്കിൽ നമുക്ക് സിയോനിലത്തേക്കുള്ള യാത്രയിൽ അവിടെ ഒരു മുട്ടോ അല്ലല്ലോ ഇല്ലാതെ വണ്ണം നമുക്ക് നടക്കുവാനായിട്ട് സാധിക്കുന്നു. അടുത്തതായിട്ട് ഈ നടന്നു പോവുക മാത്രമല്ല, ഇനി ഓടുന്ന ഒരു അനുഭവമുണ്ട്. ആത്മീയ ശുശ്രൂഷയിൽ അത്തരത്തിലുള്ള ഒരു പ്രവൃത്തിയും കൂടെ വരുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. എന്തിനു വേണ്ടിയാണ് നാം ഓടുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് നാം ഓടേണ്ടത്? അവിടെ സത്യവേദ പുസ്തകം പറയുന്നു, മുന്നിലേക്കുള്ള ലാക്കിലേക്ക് ഓടി ബിരുദ പ്രാപിക്കേണ്ടതിനാകുന്നു കർത്താവ് നമ്മെ ഓരോരുത്തരെയും വിളിച്ച് വേർതിരിച്ചിരിക്കുന്നത്. അപ്പോൾ ഓട്ടക്കളത്തിൽ ഓടുന്നവർ അനേകരാണെങ്കിലും ബിരുദ പ്രാപിക്കുന്നവർ ചുരുക്കം പേർ മാത്രമേ ഉള്ളൂ. അതിനുശേഷം ഓടുക മാത്രമല്ല, പിന്നെ നമുക്കൊരു വാഹനം, നമുക്ക് എന്തായാലും ഒരു യാത്ര വരുമ്പോൾ ഒരു വാഹനം നമ്മൾ ക്രമീകരിക്കാറുണ്ട്. ഇവിടെ നമുക്ക് വേണ്ടുന്ന വാഹനം എന്ന് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തു ആകാശമേഘങ്ങളെ വാഹനമാക്കി വരുന്ന ഒരു അനുഭവത്തെക്കുറിച്ചാകുന്നു. കർത്താവ് മധ്യാകാശത്ത് വെളിപ്പെടുമ്പോൾ നാം ഓരോരുത്തരും ഉണർവോടുകൂടി പ്രാർത്ഥനയോടുകൂടി ആയിരിക്കുകയും കർത്താവിനോട് ചേർന്ന് നിത്യാനന്ദം അനുഭവിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാകുന്നു ഇതിലൂടെ എല്ലാം നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ യാത്രകൾ പലതരത്തിലുണ്ട് എങ്കിലും ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം അവനുള്ള യാത്ര എന്ന് പറയുന്നത് സിയോനിലത്തേക്കുള്ള യാത്രയിലാകുന്നു. ഈ യാത്രയിൽ കർത്താവിനോട് ചേർന്ന് നിത്യാനന്ദം അനുഭവിപ്പാൻ കർത്താവായ യേശു ക്രിസ്തു നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.